ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ യാത്ര രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലേക്ക് പുറപ്പെടുകയാണ്. ബാക്കിയുള്ള വിശേഷം അവിടെ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാം. ഓക്കെ നമ്മളിപ്പോ രാമർപാദം എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടവറാണ് പ്രസാർ ഭാരതി ടവർ. ഇത് പഴയ ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്യുന്നത്, ചാനലുകൾക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ ടവറിൽ നിന്നായിരുന്നു. ഇത് രാമേശ്വരത്ത് നിന്ന് എവിടെ നിന്ന് നോക്കിയാലും ഈ ടവർ കാണും. നല്ല ഹൈറ്റുള്ള ടവറാണ്. ഞങ്ങളിത് താഴത്ത് പോയിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ അടിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിലേക്ക് അലൗഡല്ല. ടോപ്പില് പോയി കണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെയാണ് രാമർപാദിന്റെ പ്രതിഷ്ഠ. പ്രതിഷ്ഠയിലേക്ക് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് പ്രതിഷ്ഠ കാണിക്കാൻ പറ്റുന്നത്. ഉള്ളില് ഫോൺ അലൗഡ് അല്ല. ഞങ്ങൾ വീണ്ടും ഒരു ചെറിയ ഇതിലേക്ക് കൂടി ഞങ്ങൾ രാമർപാദം കണ്ട ശേഷം ധനുഷ്കോടിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ, നമ്മളിപ്പോ കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡ് കാണുന്നത് ബംഗാൾ ഉൾക്കടല്. ഓക്കെ, ഇതാണ് ധനുഷ്കോടിന്റെ ഒരു പ്രത്യേകത. നമ്മൾ സെൻട്രൽ റൂട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഇടയിൽ കാറൊന്ന് നിർത്തിയിട്ട് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കാറ്റും ശക്തമായ തിരമാലയും ഉണ്ട്. കുറച്ച് നേരം അവിടെ ഞങ്ങൾ ഒന്ന് കാഴ്ചകൾ കണ്ട് നിന്നു. അവസാനം ധനുഷ്കോടിൻ്റെ എൻഡ് എന്ന് പറയുന്ന അരസൽമുനി എന്ന് ഞങ്ങൾ എത്തി. അവിടെ ഒരു അശോക ചക്രം സ്ഥാപിച്ചിട്ടുണ്ട്. നിറയെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വന്ന് കടലിലിറങ്ങാൻ പാടില്ല, കുളിക്കാൻ പാടില്ല പറഞ്ഞിട്ടുള്ള ബോർഡാണ്. അപകട മേഖലയാണ്. അതുകൊണ്ട് ആരും ദയവീത് കുളിക്കാനോ വേറെ ഒന്നും ഇറങ്ങാൻ പാടില്ല എന്നുള്ള ബോർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇത് രണ്ടും, അതായത് അൽച്ചിൽമുനയും അബ്ദുൽ കലാമിന്റെ മെമ്മോറിയലും രണ്ടും സെയിം ദിവസമാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സാറ് രണ്ടും ഒരേ സമയത്തായിരുന്നു. നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങുകയാണ്. കുറേ ദൂരം പോവാം. ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ കുളിക്കുന്നുണ്ട്. നല്ല വൈബാണ്. ഒരു 300-500 മീറ്റർ വരെ അങ്ങോട്ട് പോവാം. കാരണം ശാന്തമാണ്, കടൽ ശാന്തമാണ് ഈ സൈഡ്. ഇപ്പോൾ എന്താ പറയുക, കുട്ടികളൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അവിടെ മണൽ വീടൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്ത് ചങ്ക് ബ്രോ ഒരു ഫോട്ടോഗ്രാഫറായിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 ആൾക്കാർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടാവും. എല്ലാ ടീമും പുള്ളിക്കാരനോട് എടുക്കാൻ പറയുന്നത്. നല്ല വൈബാണ്. പിന്നെ ഞങ്ങൾ കുളിക്കാനൊന്നും ഞങ്ങൾ നിന്നില്ല. കാരണം വെച്ചാൽ ടൈം ഉണ്ടായിരുന്നില്ല. പൊതുവെ ഹലോ വൈസ്, അപ്പൊ ഞങ്ങൾ ബീച്ചിൽ നിന്ന് മെല്ലെ മുകളിൽ കയറുകയാണ്. നോക്കി കാണണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. കുടിവെള്ളം വരുന്നവർക്ക് ഞങ്ങളൊരു സീ ഫുഡിന്റെ കടയിലേക്ക് ഇറങ്ങിയതാണ്. സീ ഫുഡ് കഴിക്കാൻ വേണ്ടി മീന് പല അങ്ങനെയൊക്കെ ഉണ്ടാവും ഇവിടെ. ഓക്കെ, അക്ക മീൻ ഏതെല്ലാം ഇருக்கு?
எல்லாம் ஃப்ரெஷ் தானே அப்படியா ഇതവിടെ മീൻ എല്ലാ തരം മീനും ഉണ്ട് അക്കെ ഇത് അത് മുകളിലുള്ള മീൻ എന്നാ അല്ലത് എന്താ മീന് ഓ ഇത് ആ தென்னகரை ആ பாறை ഓ പാറ ആ செப்புளி ചെപ്പുള്ളി சீலா வஞ்சரம் ശീലവഞ്ചരം மதனம் ആ ஆவுளி ആ ആകോലി. வெளமீன் ആ ഇത് വെള്ളമീൻ வெளமீன் ഓഹോ വെള്ളമീനാ விளமீன் വിലമീൻ ഓ கேரளா தானே ആ കേരള இது ஆவுளின்னு சொல்லுவாங்க ஆகோலி ஆகோலியில நம்ம ஊருக்கு நீங்க நம்ம ஊர்ல சொல்ற பேரெல்லாம் இந்த ஊர்ல பேரு தான் சேஞ்ச் இருக்கு மீன் எல்லாம் இது ஐலியா இல்ல இது அவுளி அவுலி சாப்பாட்டுக்குள்ள மீன் சாப்பாடு குழம்புக்கு மீன் பொரிச்சு மீன் சரி அப்ப இது சொன்னா நீங்க எல்லாம் லைவா பண்ணி கொடுப்பீங்க அல்ல அப்படியே எல்லாம் பண்ணி நீங்க எவ்வளவு வருஷமா இருக்கீங்க இந்த ஹோட்டல்ல இருங்க ஒரு வருஷம் ஆகுது ஒரு வருஷம் ஆகுது ശരി നമ്മുടെ ഗൈസ് നമ്മൾ മീൻ വന്നു ഫ്രൈ ആയി ആകോലി അല്ലേ ആകോലി നല്ല ഫ്രഷ് മീനാണ് നമ്മൾ ഈ ഇവിടെ ഐസ് ഉണ്ടാവില്ല ഐസിന്റെ സംവിധാനം ഇല്ല അവര് ജസ്റ്റ് ഐസ് കിട്ടുമെങ്കിലും അത് ഒരു ദിവസം 2 ദിവസം കഴിക്കും നമ്മളവിടെ 10 ദിവസം കഴിക്കുന്ന സാധനം വരിക ഇവിടെ അങ്ങനെയല്ല ഇത് വളരെ ഇതായിട്ട് കിട്ടുന്നതാണ് ഇന്ന് രാവിലെ വന്നാണ് ഈ മീൻ ഡെയിലി ഇവിടെ ഫിഷിംഗ് ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോ അതിന് ഫ്രഷ് മീനിന് ഒരു എന്താ പറയാ കുറവില്ല എല്ലാ പ്ലേറ്റിലും സെർവ് ചെയ്തോളൂ ആകോലി നല്ല മീൻ നമ്മുടെ നാട്ടിലുള്ള കഴിക്കുന്നത് ഭയങ്കര നല്ലതായതുകൊണ്ട് പിന്നെ മുള്ളില്ല മുള്ള് ഇടമുള്ളുമ്പോൾ മാത്രമേ ഉള്ളൂ സെന്റർ അതായത് സെന്റർ മുള്ള് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഫിഷൊക്കെ കഴിച്ചു നല്ല ഇഷ്ടപ്പെട്ടു ഫുഡ് അടിപൊളിയാ ആ ഹോട്ടലില് നല്ല ലൈവ് ഫുഡായിരുന്നു ഞങ്ങളിപ്പോ അടുത്ത് ഈ ലൈറ്റ് ഹൗസ് ഒന്ന് കാണാൻ വേണ്ടി കയറുകയാണ് അവിടെ എത്ര ചാർജ് 10 രൂപ നമ്മൾ വരെ ലിഫ്റ്റിൽ പോവാം 10 മണി തൊട്ട് 1 മണി വരെ 10 മണി തൊട്ട് 1 മണി വരെ ലിഫ്റ്റിൽ കയറിയിട്ട് മേലെ പോവാം സ്കൂളിന്റെ അറ്റം വരെ നമ്മൾ പോയില്ല അതുവരെ കാണും പിന്നെ 2 സൈഡും 2 കടല് ഓക്കെ ഇന്ത്യൻ ഓഷൻ ബംഗാൾ ഓഷൻ ഇത് ബംഗാൾ ഓഷൻ ഇത് ഇന്ത്യൻ ഓഷൻ കാറുകളൊക്കെ പോകുന്നുണ്ട് താഴത്തോടി സൂപ്പർ അടിപൊളി വ്യൂ ആണ് ഇത് വന്ന ആരും മിസ്സാക്കണ്ട കേട്ടോ രാവിലെ 10 to 1 o'clock വരെ ഉണ്ട് അതിനുശേഷം 2:30 to 5 o'clock വരെ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിങ്കളാഴ്ചയുള്ള ലീവ് ആയിരിക്കും മൺഡേ ഹോളിഡേ മൺഡേ ഹോളിഡേ അല്ലെ ഹോളിഡേ ആണ് മോളിൽ പോയി 5 മിനിറ്റ് ആണ് സമയം അല്ലെ ഉപയോഗിക്കാം ഒരു 10 മിനിറ്റ് വരെ അവര് അലോഡ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ അവര് താഴ്ത്തിറങ്ങാം കാരണം വേറെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരികയല്ലേ അപ്പൊ തിരക്കാവാൻ പാടില്ല എന്തായാലും മിസ്സാക്കാൻ പാടില്ല ലൈറ്റ് ഹൗസ് ഗ്രൗണ്ടിൽ നിന്ന് 49 മീറ്റർ ഹൈറ്റിലാണ് ലൈറ്റ് ഹൗസ് ഉള്ളത് 1964 താർന്നുപോയ ഒരു ഗ്രാമമാണിത് ഇവിടെ ഹോസ്പിറ്റൽ സ്കൂൾ പോസ്റ്റ് ഓഫീസ് റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഉണ്ടായിരുന്നു ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് ഒരു കാറ്റും സുനാമി വന്നതാണ് കംപ്ലീറ്റും ഈ ഗ്രാമം കംപ്ലീറ്റ് താർന്നുപോയി ഇവിടെ മുക്കുവരും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ ടീമും ഉണ്ടായിരുന്നു ഒരു ടൗൺഷിപ്പായിരുന്നു സത്യം പറഞ്ഞാൽ ഇതൊരു നല്ലൊരു ടൗൺഷിപ്പായിരുന്നു എല്ലാ ഫെസിലിറ്റിയുള്ള ടൗൺഷിപ്പായിരുന്നു ഒറ്റ സുനാമി കൊണ്ട് കംപ്ലീറ്റും എല്ലാം കടൽ കൊണ്ടുപോയി ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് കുറേ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ചർച്ചിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് കുറേ ഹോസ്പിറ്റൽ എല്ലാം ഹായ് ഗൈസ് ഞങ്ങളിപ്പോൾ ഉള്ളത് അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളിൽ ക്യാമറ അലോഡല്ല ഞങ്ങൾ ഉള്ളിലേക്ക് പോയി കണ്ടിട്ട് വരാം പക്ഷെ ഉള്ളിലേക്ക്
ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി കണ്ടിട്ട് വന്നു. ഫോട്ടും അങ്ങനെ പുള്ളിക്കിട്ടുന്ന പത്മഭൂഷൺ ഭാരതരത്ന എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ കണ്ട് പുറത്തേക്ക് വന്നു. ക്യാമറ ഉള്ളിൽ അലൗഡ് അല്ല. അപ്പോൾ വരുമ്പോൾ ആരും ക്യാമറ അകത്ത് കൊണ്ടുപോകണം. രാമേശ്വരം യാത്ര അവസാനിക്കുകയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.